ആദ്യമായിട്ട് ഞാൻ കർണാടകത്തിലെ ബ്രഹ്മശ്രീ നാരായണ ഗുരു ശക്തിപീഠത്തിൻ്റെയും രാഷ്ട്രീയ ഈടിക മഹാമണ്ഡലിയുടെയും അഭിനന്ദനം ഞാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതിശക്തമായ നിലപാട്, ധീരമായ നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ വന്നിട്ട് ലോക ജനതയ്ക്ക് മുമ്പിൽ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എന്താവുമായിരുന്നു ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ മരിച്ചിട്ടുള്ള 7 പേരുടെ വീട്ടിലും ഞാൻ പോയി. അതായത് 4 പേര്, അച്ഛൻ, അമ്മ, ലക്ഷ്മണൻ നായിക്ക്, ശാന്തി നായിക്ക്, 11 വയസ്സുള്ള റോഷൻ നായിക്ക്, അവന്തിക 6 വയസ്സ്. അതൊരു കുടുംബമാണ്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ നായികിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ജഗന്നാഥ് നായിക്ക്, അവരെ വീട്ടിനടുത്തുള്ള ലോകേഷ് നായിക്ക്. അപ്പം 4 പേരുടെ അന്ത്യക്രിയയിലും ഞങ്ങൾക്ക് കുറച്ചു വേദനയുണ്ട്. കാരണം സർക്കാർ ഒരു ഭാഗത്തുനിന്ന് റെസ്ക്യൂ കാര്യക്രമം നടത്തണമായിരുന്നു, മറുഭാഗത്ത് ഈ കുടുംബങ്ങൾക്കും കൂടി എന്ത് ചെയ്യണമായിരുന്നു? ആശ്വാസവനെ നൽകണമായിരുന്നു, അവരെ വീടുകൾ സന്ദർശിക്കണമായിരുന്നു. ഇന്നലെയോ മെനഞ്ഞാന്ന് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് അവിടെ ഉണ്ട്, സണ്ണി ഗൗഡ എന്ന് പറഞ്ഞ ആ ഒരു പ്രായമായ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയപ്പോൾ ആ മൃതദേഹം അടക്കാനുള്ള ഒരു ശ്മശാനം പോലും ഇല്ല. അധികാരികൾ ആരും അവിടെ ഈ വീടുകളിൽ എവിടെയും സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മുമ്പിലും വെച്ചിട്ടുണ്ട്, അവിടുത്തെ ജില്ലാ കളക്ടർ ശ്രീ ലക്ഷ്മി പ്രിയയ്ക്ക് നേരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊരു കുറവായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്. പിന്നെ നിയമസഭ കർണാടകത്തിൽ നടക്കുകയാണ്. നിയമസഭ നിർത്തിവെച്ചിട്ട് ശ്രദ്ധാഞ്ജലി അർപ്പിക്കണമായിരുന്നു, വിഷയം ചർച്ച ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചിലപ്പോൾ ഇന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത് ഒന്നാണ്, കേരളത്തിലെ ഒരു അർജുനു വേണ്ടിയിട്ട് ഇത്രയും മാധ്യമങ്ങളും സർക്കാരും എല്ലാ പാർട്ടികളും മത ജാതി ചിന്തയ്ക്ക് അതീതമായിട്ട് നിന്നപ്പോൾ ഒരു കേരളീയനായതിൽ ഞാനും കൂടെ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത്, ഈ മഹാദുരന്തത്തിന് കാരണം ആരാണ്? ഈ ദുരന്തം വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കുന്താപുരത്തിൽ നിന്ന് ഗോവ ബോർഡർ വരെയുള്ള കാൺകോൺ വരെയുള്ള ഈ രാഷ്ട്രീയ നാഷണൽ ഹൈവേ ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് NHA നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് കോൺട്രാക്റ്റിംഗ് എടുത്തിരിക്കുന്ന ആരാണ്? IRB, ഇന്ത്യൻ റോഡ് ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ദാറ്റ്സ് കമ്പനീസ് ബേസ്ഡ് ഇൻ ബോംബെ കമ്പനി. 2014 ആരംഭിച്ച ഈ ഒരു വർക്ക് 2018 കഴിയണമായിരുന്നു. പക്ഷെ ഇന്ന് ഇത് 2024. ഇതുവരെ ആ വർക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെ മലയുടെയും നദിയുടെയും മധ്യത്തിൽ നമ്മൾ റോഡുകൾ ഉണ്ടാക്കുമ്പം പാലിക്കേണ്ടതായിട്ടുള്ള ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ റോഡിൻ്റെ വർക്ക് തന്നെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മെനഞ്ഞാന്ന് ഞാൻ ആ കമ്പനിയുടെ MD ആയിട്ടുള്ള വീരേന്ദ്ര ഡി മായിസ്കർ MD ആണ്. അത് കമ്പനിയിലെ 8 പേര് ചേർത്തിട്ട് ടോട്ടൽ 9 പേരുടെ പേരിൽ നിയമ നടപടിയല്ല, കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്കോല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കും. അതിനുശേഷം പോലീസ് FIR ഇട്ട് അവിടെ ജയിലിൽ അയച്ചിട്ടില്ല എങ്കിൽ PCR ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഈ കമ്പനി തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തണം. ഈ കമ്പനിക്ക് ഭാരത സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ വർക്കുകളും നിർത്തലാക്കണം. അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങൾ, നമ്മൾ കേരളത്തിൽ ഈഴവ തീയ എന്ന് പറയും, ഞാൻ ജാതി പറയുക എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് കർണാടകത്തിലെ അവസ്ഥ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും പറയാതിരുന്നാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിലായതുകൊണ്ട് ഇവർ 7 പേരും കേരളത്തിലെ ഈഴവ തീയ എന്ന് പറയും. ആ ജില്ലയിൽ നമ്മൾ പറയുന്നത് നാമധാരി നായിക് എന്നാണ്. കർണാടകത്തിൽ 70 ലക്ഷം ഈഴവ സമുദായങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് വന്നവരല്ല കേട്ടോ, അവിടുത്തെ നമ്മളെല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്, സമുദായത്തിനോ എന്നാലും പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ആ ജില്ലയിലും 5.5 ലക്ഷത്തോളം ഈ സമുദായം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ശരിയായ രീതിയിൽ ഞാൻ ഒരു സർക്കാരിൻ്റെയും ചീത്ത പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ അതിൽ നമ്മളിപ്പോൾ ഈ മാസം 28-ാം തീയതി അങ്കോല നാമധാരി കല്യാണ മണ്ഡപത്തിൽ വളരെ വലിയൊരു സഭ എന്നെ വിളിച്ചിട്ടുണ്ട്. ഏകദേശം 5000 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അതിൽ ഈ കമ്പനിക്കെതിരായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായിട്ടും വലിയ പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെ ജയിലിൽ അയക്കുന്നത് വരെ അർജുനെ ചേർത്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയവരോട് സംസാരിക്കും. നമ്മൾ സുപ്രീം കോടതിയിലെ കേസ്
ഫയൽ ചെയ്യുന്നുണ്ട്. അവരോട് ചേർന്ന് അതായത് അവരത് അഭിപ്രായം അറിയണമല്ല. എല്ലാം അർജുൻ്റെ കുടുംബത്തിനും കൂടെ കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ 100% ചെയ്യും. അപ്പോൾ അവിടെ ഈ മലയും ഈ പർവ്വതങ്ങളൊക്കെ ഇടിച്ചു നിരത്തുമ്പോൾ ലക്ഷക്കണക്കിന് ലോഡ് കല്ലുകളാണ് ഇതിൽ കിട്ടുന്നത്. ലക്ഷക്കണക്കിന് ലോഡ് കല്ലുകൾ. ഈ കല്ലുകൾ എന്ത് ചെയ്യാണ്? ട്രെയിൻ മുഖാന്തരം മറ്റു സ്റ്റേറ്റുകളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി. ഈ രാജ്യത്തിനെ ലൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടിയിരിക്കുന്നു. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു പത്രസമ്മേളനം മുഖാന്തരം ഞങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സഹായം കേരള സർക്കാരും കൂടെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാധ്യമായാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നാളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലകൊണ്ട ഈ സമീപനം വളരെ സ്വാഗതാർഹമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങളിൽ ന്യൂസ് ഞാൻ ഡെയിലി കാണുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ ആൾക്കാർ ആഹാരത്തിന് പോലും അവിടെ ബുദ്ധിമുട്ടുന്ന സമയം കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ നേരിട്ട് സംസാരിച്ചു. എല്ലാത്തിനും ഒരു പരിധിയുള്ള പ്രദേശമായതുകൊണ്ട് ലിമിറ്റേഷൻ, ആ ലിമിറ്റിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാത്ത സാധിക്കുന്ന ഒരു എന്താ പറയുക ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. പിന്നെ നമ്മുടെ നാടിനെ പോലെ ഒരു ദുരന്തം ഉണ്ടായാൽ നമ്മുടെ വീടും നമ്മുടെ കുടുംബങ്ങളെ മറന്നുകൊണ്ട് ആ ദുരന്ത മുഖത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അഗ്രസ്നീവസ് ഉള്ള ഒരു സംഗതി അല്ല അവിടെ. അപ്പോൾ മൊത്തത്തിൽ എന്താണ്? തണുപ്പാണ്. ആ ജില്ലയും തണുപ്പാണ്, അവിടുത്തെ ജനങ്ങളും തണുപ്പാണ്. കേരളത്തിലുള്ള 100-300 കിലോമീറ്റർ ആൾക്കാർ വന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ അവിടുത്തെ 1 കിലോമീറ്റർ അപ്പുറത്ത് ആരും വന്നിട്ടില്ല. അപ്പോൾ ഇത് നാടിൻ്റെ ഒരു സംഭവമാണ്. കേരളം അങ്ങനെയല്ല. കേരളത്തിനെ വളരെ വലിയ രീതിയിൽ വിഷയം എടുത്തു. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എത്രത്തോളം അഭിനന്ദിച്ചു കഴിഞ്ഞാലും സാധ്യമല്ല. അതുകൊണ്ട് ഓഗസ്റ്റ് 25 കേരളത്തിൽ ഇതിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമ റിപ്പോർട്ടേഴ്സുകൾക്കും അതുപോലെ തന്നെ റെസ്ക്യൂവിനായിട്ട് വന്നിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ സെക്കൻഡറി എത്ര പേര് അവിടെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ നാരായണഗുരു ശക്തിപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവർക്കൊരു ഗൗരവ സന്മാനം, മലയാളത്തിൽ എന്താണ് പറയുക, ആദരവല്ലേ, പുരസ്കാരം, ആദരവ് കൊടുക്കുന്ന ഒരു പരിപാടിയും ഞാൻ അവിടെ ഷിമോഗയിൽ വെച്ചിട്ടുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കും. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതെ നമ്മുടെ അർജുനൻ്റെ വീട്ടിലും പോയി അവരൊക്കെ കണ്ടുകൊണ്ട് അടുത്തത് നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് അർജുനൻ്റെ കുടുംബത്തോട് സംസാരിച്ച്, അർജുനൻ്റെ കുടുംബത്തെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഭാര്യയാണ്, ഒരു ഭാര്യയും കുട്ടിയും അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അവരെ മുന്നോട്ടുള്ള ജീവിത പ്രയാണങ്ങളെ കുറിച്ചിട്ടും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ നാളെയോ മറ്റന്നാളോ ഈ വിഷയം സന്മാന്യ ശ്രീ കേന്ദ്ര ഗതാഗത ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിജിയായിട്ട് ഡൽഹിയിൽ 29 അപ്പോയിൻമെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ വിഷയങ്ങൾ മുഴുവൻ കൊണ്ടുവരും. സാധ്യമാവുന്ന എത്രയും സ്പീഡിൽ പരമാവധി ഈ കുടുംബങ്ങൾക്കും എല്ലാവർക്കും കൂടെ അതിൻ്റെ ഒരു ജീവന വിലയാവില്ല. പക്ഷെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞാൻ വെക്കുന്നത്, ഇതേ രീതിയിലുള്ള അപകടങ്ങൾ വരുമ്പോൾ ഡൽഹിയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലുള്ളൊരു സംവിധാനം അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് മലയാളികളുള്ള സംസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് എടുത്തൊരു ഹെൽപ്പ് ലൈനോ അതേ രീതിയിലുള്ള എന്തെങ്കിലും അതൊക്കെ ഞങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് കർണാടക പോലുള്ള സംസ്ഥാനത്തിൽ. അതുകൊണ്ട് മലയാളികൾ അറിയാലോ, 19 ലക്ഷം പേരാണ് ബാംഗ്ലൂർ സിറ്റിയിലുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു 25 ലക്ഷം പേര് കർണാടകത്തിലുണ്ട്. അപ്പോൾ ഇത് രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നാരായണഗുരു ശക്തിപീഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുദേവൻ്റെ സിദ്ധാന്തങ്ങളുമായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് കണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്കും മഠത്തിനും ഞങ്ങളെന്നും കേരളത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഞാൻ പറഞ്ഞു നഷ്ടപരിഹാരം 1 കോടിയാണ്. അതുപോലെ IRB അവരെ സ്ഥിരം ജോലി പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 28 നടക്കുന്ന ആ വിശേഷ സഭയിൽ വരുന്ന സമര പരിപാടികളൊക്കെ കുറിച്ച്, കാരണം അവിടെ ടോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ടോൾ ഉണ്ടല്ലോ എവിടെ നിന്ന് കാർവാറിൽ തൊട്ടിട്ട് ആ സർവീസ് റോഡേ ഇല്ല, സർവീസ് റോഡും ചെയ്തിട്ടില്ല. ടോൾ ഗേറ്റ് 1.5 വർഷമായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കമ്പനി പ്ലാനോ എസ്റ്റിമേറ്റോ ഒരു കാര്യവും പുറത്തു വിടാതെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ കമ്പനിയിൽ നിന്ന് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പിരിവ് എന്താ പറയുക അതിനൊക്കെ ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ, ഈ കമ്പനിയുമായിട്ടുള്ള ബന്ധമുള്ള ആളുകൾ ആരൊക്കെയൊക്കെ എൻക്വയറിക്ക് വരണം. ഇതേ രീതിയിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഞാൻ ഇന്നലെ വരുമ്പോൾ കണ്ടു ഒരുപാട് വഴികൾ നടക്കുകയാണ്. ഇത്തരം അപകടങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് അവിടെയൊക്കെ എന്തൊക്കെ ക്രമീകരണങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യണമോ അതൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം
ഏത് അപകടങ്ങൾ നടക്കുമ്പോഴും പാവപ്പെട്ട ഒന്നും അറിയാത്ത ഒരു ദിവസത്തെ പോലും ജഗന്നാഥ് നായിക് എന്ന് പറയുന്ന മലയാളം മീഡിയ കണ്ടതൊക്കെ 3 പെൺകുട്ടികളാണ്. അദ്ദേഹം മാത്രമാണ് ജോലിക്ക് പോകുന്ന ആ കുടുംബം. ഇതുവരെയായിട്ട് പോലും അവിടേക്ക് എന്തായിട്ടില്ല. സാന്ത്വന വാക്കുകളായിട്ട് ആരും പോയില്ല എന്ന് പറയുമ്പോൾ എവിടേക്ക് ചെന്നെത്തിയിരിക്കും നമ്മുടെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഫാർമറിനെ GT മാളിനുള്ളിലേക്ക് കയറ്റാത്തപ്പോൾ മാള് പൂട്ടിച്ചു, നിയമസഭയിൽ ചർച്ച ചെയ്തു. പക്ഷെ ഇതൊരു ദേശീയ ദുരന്തമായത് അവിടെ നിയമസഭ നടക്കുമ്പോഴും നിർത്തിവെച്ച് ചർച്ച ചെയ്യണ്ടേ, ശ്രദ്ധാഞ്ജലി അർപ്പിക്കണ്ടേ? അത് വളരെ പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്ന. പോരായ്മകളൊക്കെ തന്നെ മാന്യ മുഖ്യമന്ത്രികൾ, കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി ശരിയാക്കട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ശ്രീ MP MK രാഘവൻജി, കാസർഗോഡ് നമ്മ അഷ്റഫ് MLA, അതുപോലെയുള്ള എല്ലാവരും നിന്നിട്ട് വളരെ നേതൃത്വത്തിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാലാവസ്ഥ നമ്മൾ ഇവിടുന്ന് കാണുമ്പോഴേ അല്ലല്ലോ, വളരെ വലിയ ഭീകരമായ അവസ്ഥയാണ്. എന്നിരുന്നാൽ എല്ലാവരും ചെയ്യുന്നതിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സർക്കാർ മിഷനറിക്ക് ഒരു വ്യവസ്ഥയുണ്ടല്ലോ, അതിനെയും ക്രോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ദുരന്തങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 5 ലക്ഷം രൂപയാണ് ഇപ്പം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്നുമല്ല. കാരണം എന്താണെന്നറിയോ, ആ കുടുംബങ്ങൾക്ക് 5 ലക്ഷം. മരിച്ചത് എത്ര വയസ്സുള്ള ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത്? 24, 25, 11, 8 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? പിന്നെ മാത്രമല്ല, ഈ റോഡ് ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചത് കൊണ്ട് അവിടുത്തെ കൃഷിക്കാർ മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റാതെ സമ്പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? വീട്ടിലിരിക്കുകയാണ്. കാരണം വെള്ളം കൃത്യമായിട്ട് ഓവുചാലുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ കൃഷിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഈ കമ്പനിക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? വെച്ചിരിക്കുകയാണ്. പക്ഷേ ആരും സംസാരിക്കുന്നില്ല, ആരൊക്കെയോ ഭയക്കുന്നു. ഈ ഭയം നമുക്കെന്തായാലും ഇല്ല. നമ്മൾ സത്യം പറയും. കാരണം നമുക്ക് അതായത് ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് മാധ്യമങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഞാൻ ഇപ്പോൾ മരണത്തിലുണ്ടോ സ്വാമിജി എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇന്ന് ആ സ്ഥിതിയിലേക്ക് കാരണം അംബേദ്കറുടെ സംവിധാന ശില്പി അംബേദ്കറുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറയേണ്ടി വരുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള ഈക്വാലിറ്റി ഒന്നും ഞങ്ങൾ സമപാലെന്ന് കർണാടകത്ത് പറയും, അത് കേരളത്തിൽ എന്താ എനിക്കറിയില്ല. അപ്പോൾ അതൊന്നും കിട്ടാതപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരികയാണ്? ഞങ്ങൾ ഈ രീതിയിലുള്ള സമാജവും ഞങ്ങളുടെ ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഏറ്റെടുക്കേണ്ടി വരികയാണ്. അതൊരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വിരുദ്ധമോ അല്ലെങ്കിൽ അനുകൂലമായിട്ടോ അല്ല. എല്ലാവരും മരിക്കാൻ വിധിക്കപ്പെട്ടവർ ഈ കമ്മ്യൂണിറ്റികളാന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ല. പാർലമെൻറ്റ് നടക്കുകയാണ്. ഇപ്പം പാർലമെൻറ്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. പാർലമെന്റിൽ ഇന്ന് നടക്കുകയാണല്ലോ. പാർലമെന്റിൽ വിഷയം ഇന്നലെ സന്മാന്യ എക്സ് പ്രൈം മിനിസ്റ്റർ ദേവേഗൌഡജി വിഷയം എടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ വിഷയം കേരളത്തിലെ എംപിമാരും ഈ വിഷയം അവിടെ സംസാരിക്കട്ടെ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം എടുക്കുന്ന ആളാണ്. അദ്ദേഹം ഇനിയും കൂടുതൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ, ഇത്തരം വിഷമഘട്ടങ്ങളിൽ വന്നാൽ കോവിഡ് സമയത്തൊക്കെ തന്നെ കേരളം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതേ രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു മലയാളിക്ക്, ഒരു കേരളീയന് ഈ രീതിയിൽ പ്രശ്നം വന്നപ്പോൾ ഏത് രീതിയിലാണ് കേരളത്തിൻ്റെ ഒരു അസ്തിത്വനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാനും ഐ ആം സോ വെരി ഹാപ്പി. ബിക്കോസ് ഞാൻ കർണാടകത്തിലെ മലയാളിയായിട്ടുള്ളവർ അറിയപ്പെടുന്ന ഒരു സ്വാമിജിയാണ്. എന്നോട് പലരും ഇതായിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട് അങ്ങനെയാണ്. വേറെ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ചങ്ങ് പോകാമെന്നുള്ളതുകൊണ്ടാണ് വന്നത്. ഓക്കെ, താങ്ക് യു. അതായത് ഈ കമ്പനി ഉണ്ടല്ലോ, IBR കമ്പനി ഉണ്ടല്ലോ, IRB കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പോൾ IRB അവിടെ വന്ന് ജോലി ചെയ്യണമെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പെർമിഷൻ ഇല്ലാതെ അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2014 മുതലുള്ള ജില്ലാ അധികാരി എന്ന് പറഞ്ഞാൽ DC അല്ല, ഇവിടെ കളക്ടർമാരുടെ ഉത്തരവാദിത്വമുണ്ടോ ഇതിൽ? അപ്പോൾ അവർ ഇപ്പോൾ എന്നോട് പറയുകയാണ്, ഇന്നലെ കാർവാറിൽ പ്രസ് മീറ്റിൽ അവർ NHAI പോയിട്ട് ഇവർക്ക് നോട്ടീസ് കൊടുത്തു. ആർക്ക്? ഈ ചെറിയൊരു ചായക്കട വെച്ച് അവർക്ക് നോട്ടീസ് കൊടുത്തു. അവരത് എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ തഹസിൽദാരുണ്ട്, AC ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരൊക്കെ കൊണ്ടുവിട്ട് എടുത്തും കളയണ്ടേ? ജീവൻ ഇപ്പോഴും ഇവിടെ കടകൾ, ഒരു 6-7 കടകൾ ഇപ്പോൾ നിൽക്കുക. അപ്പോൾ ഉത്തര കന്നഡ ജില്ലയുടെ ആ ഒരു ഭൂമി അവസ്ഥയും കൂടി ഭയാനകമാണ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ, കുംഠ താലൂക്കിൽ ദണ്ഡുകൂളി
ബെറൂഗി, ഈ 2 മലയും കൂടെ ഇന്നോ നാളെയോ വീഴും. അപ്പോൾ ഈ കമ്പനിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട്, അതായത് IRB കമ്പനിയിൽ സമ്മർദ്ദം ചെലുത്തി NHAയും ഇതിലെന്താണ് കുറ്റകരമായ അനാസ്ഥയാണ്. കാരണം അവർ മോണിറ്റർ ചെയ്യണ്ടേ, എന്തൊക്കെ നടക്കുന്നത്, എങ്ങനെ നടക്കുന്നൊക്കെ ചെയ്യണ്ടേ. അതുകൊണ്ട് നമ്മുടെ കേസ് FIR ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടിയായിട്ട് പോകും. സമ്മർദ്ദം ചെലുത്തിയിട്ട് 1 കോടി രൂപ ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കണമെന്നുള്ളത്, അർജുൻ്റെ കുടുംബത്തെ ചേർത്തുകൊണ്ട് കൊടുക്കണം. അതോടൊപ്പം ഓരോ കുടുംബത്തിലെ ഒരു സദസ്യർ, ഒരു മെമ്പർക്ക് ആ കമ്പനിയിൽ, അതായത് അത് വലിയൊരു കമ്പനിയാണ്, ആ കമ്പനി സ്ഥിരം ജോലി കൊടുക്കുക വേണം എന്നുള്ളതാണ് നിലവിൽ ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 28-ാം തീയതി വലിയൊരു സഭ അവിടെ നടത്തും. അതിനുശേഷം നമ്മൾ അന്തിമ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഞാനും കഴിഞ്ഞ സമയം എല്ലാ സമയത്ത് കുറേ പേരൊക്കെ റെസ്ക്യൂവിന് ആൾക്കാർ നമ്മൾ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ നിങ്ങൾ മുഖാന്തരം എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ സഹായിക്കാം. എൻ്റെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ കർണാടകയിൽ ഇപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ വരുമ്പം വിളിക്കാം. 9606 7606 7606 പ്രണവാനന്ദ സ്വാമിജി. ലാസ്റ്റ് 0 ലാസ്റ്റ് 104 ലാസ്റ്റ്. യെസ്, നമുക്ക് കർണാടകത്തിൽ ഗുൽബർഗയിലും ബാംഗ്ലൂരിലും ഹാവേരിയിലൊക്കെ മഠങ്ങളുണ്ട്. നിലവിൽ ഞാൻ അവിടുത്തെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ 2.5 വർഷം പ്രസിഡൻ്റായിരുന്നു. ഇപ്പം നിലവിൽ നമ്മുടെ കാറ്റഗറി ചേഞ്ച് ആയപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും സംബന്ധപ്പെടില്ല. പക്ഷെ അവിടുത്തെ ഗ്രാമാഭിവൃദ്ധി ദൃഷ്ടിയിൽ നമ്മൾ നിന്നതാണ്. ഇപ്പം നിലവിൽ നമ്മുടെ അവധി മുഖിതുകൊണ്ട് ഇപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇപ്പം ഇനി 1.5 വർഷം കൂടി നമുക്കുണ്ട്. അത് ഗ്രാമീണ അഭിവൃദ്ധി ദൃഷ്ടിയിൽ മാത്രം നിന്നതാണ്. രാഷ്ട്രീയമായിട്ടും നമുക്ക് ആരുമായിട്ടും ബന്ധങ്ങളില്ല.